എന്നെ ഇന്നലെ ഒരു മദർ വിളിച്ചിരുന്നു. അപ്പൊ ഈ ഒരു മദറിന്റെ മെയിൻ കൺസേൺ എന്താന്ന് വെച്ചാൽ മോന്റെ പല്ലില് ചെറിയൊരു ക്യാവിറ്റി ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് മോന് 3 years ആണ് ഏജ്, അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മോൻ ചെയറിൽ ഇരിക്കുവോ? ഈ ഡ്രില്ലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ്ടേ? ഇതായിരുന്നു മദറിന്റെ മെയിൻ കൺസേൺ. പക്ഷെ സത്യത്തിൽ പറയാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തില് ഡെന്റിസ്ട്രി ആയാലും കിഡ്സ് ഡെന്റിസ്ട്രി ആയാലും ഒക്കെ ഭയങ്കര അഡ്വാൻസ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലാണ്. അപ്പോൾ ഇപ്പം കുട്ടികൾ ഇരിക്കുവോ അല്ലെങ്കിൽ ഡ്രില്ലും ഇതൊന്നും നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ടതില്ല. ഞാൻ അതാണ് ആ മദറിന്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡ്രില്ല് ചെയ്യാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ STF പോലത്തെ ജെൽസ്, അതൊരു ജെല്ലാണ്, ജസ്റ്റ് ഒരു ജെല്ല് മാത്രം അപ്ലൈ ചെയ്ത് ക്യാവിറ്റി നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ വെച്ചോണ്ടിരുന്നാലാണ് ഇത് പിന്നെ പെയിനായി, ഇൻഫെക്ഷൻ ആയി, പിന്നെ ഇത് റൂട്ട് കനാലും എക്സ്ട്രാക്ഷനും ഒക്കെ പോലത്തെ വലിയ വലിയ പ്രൊസീജിയറിലേക്ക് പോവാം. എന്നാൽ നേരത്തെ നിങ്ങളൊരു കറുപ്പ് ഒരു സ്പോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ക്യാവിറ്റി പോലെ എന്തെങ്കിലും കണ്ട ഉടനെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി ഒരു കിഡ്സ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ക്യാവിറ്റി എന്ന് പറയുന്ന സംഭവം അത് സെൽഫ് ഹീലിംഗ് അല്ല, അത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ല. അതിനൊരു ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റൂ. അത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ അത് കുട്ടിയുടെ പല്ലിനും ഹെൽത്തിനും ഒക്കെ ഭയങ്കര ബെനിഫിഷ്യൽ ആവും.